Hi everyone, welcome back to my channel, My English Desire. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാവ് ടു ഹാസ് ടു എന്നുള്ളതിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ അത് വെച്ചിട്ട് സെൻറ്റൻസുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതുമാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഹാഡ് ടു വിശദീകരിച്ചിരുന്നു. ഹാഡ് ടു എന്ന് വെച്ചാൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു, ചെയ്യേണ്ടി വന്നു എന്നാണ് ഹാഡ് ടു. അത് നമ്മൾ പാസ്റ്റിലാണ് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയാം. പക്ഷെ പ്രസൻറ്റിലും ഫ്യൂച്ചറിലും നമ്മൾ പറയുമ്പോൾ ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാവ് ടു എന്നുള്ളതിൻ്റെ മീനിങ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഐ ഹാവ് ടു എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ചെയ്യേണ്ടതുണ്ട്. യു ഹാവ് ടു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്. വി ഹാവ് ടു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ചെയ്യേണ്ടതുണ്ട്. ദേ ഹാവ് ടു എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. പിന്നെ സം ഓഫ് മൈ ഫ്രണ്ട്സ് ഹാവ് ടു, എൻ്റെ ചില ഫ്രണ്ട്സിന് ചെയ്യേണ്ടതുണ്ട്. മൈ പാരൻസ് ഹാവ് ടു, എൻ്റെ പാരൻസിന് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. പ്ലൂറൽ ആവുമ്പോഴും അതുപോലെ തന്നെ ഐ യു വി ദേ എന്നുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയും നമ്മൾ ഹാവ് ടു എന്നും, അതുപോലെ തന്നെ തേർഡ് പേഴ്സൺ സിംഗുലർ ആയ ഹി ഷീ ഇറ്റ്, പിന്നെ എന്തെങ്കിലും പ്രോപ്പർ നൗൺ ആയിട്ടുള്ള ഇപ്പോൾ രാമു എന്നോ സന എന്നോ അല്ലെങ്കിൽ ഡോക്ടർ എന്നോ ഡോഗ് എന്നോ ഇറ്റ് എന്നോ ഒക്കെ ഉള്ള ഇതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ഹാസ് ടു എന്നുള്ള ഫോമുമാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിളൊക്കെ പറഞ്ഞ് എക്സസൈസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും, വിഷമിക്കണ്ട. ഒരു നോട്ട്ബുക്കും ഒരു പെന്നും കയ്യിൽ കരുതുക. ഒരു ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ സെൻറ്റൻസും ഒക്കെ നിങ്ങൾ തന്നെ എഴുതി നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് നിങ്ങൾക്കത് മനസ്സിൽ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതവിടെ നിൽക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഹാവ് ടു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെയ്തിരിക്കണം. ഓക്കെ, ചെയ്യേണ്ടതുണ്ട്, ചെയ്തിരിക്കണം. അത് പ്രസൻറ്റിലും അതായത് ഫ്യൂച്ചറിലും നമ്മളെ ഒബ്ലിഗേഷൻസ് പറഞ്ഞാൽ നമ്മളെ കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തിരിക്കണം എന്ന് പറയാനും, അതുപോലെ തന്നെ നെസസിറ്റീസ് ആവശ്യകത പറയാനും, അതുപോലെ തന്നെ കമ്പൽഷൻ നമ്മൾ നിർബന്ധമായ ഒരു കാര്യം നമ്മൾ ചെയ്യാനുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവ് ടു ഹാസ് ടു എന്നുള്ള പ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. സബ്ജക്റ്റ് പ്ലസ് ഹാവ് ടു അല്ലെങ്കിൽ ഓർ ഹാസ് ടു പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ്. എപ്പോഴും ഹാവ് ടുവും ഹാസ് ടുവും കഴിഞ്ഞാൽ V1 ഫോം ആണ് ഉപയോഗിക്കേണ്ടത്, അതായത് ബേസ് ഫോം ഓഫ് ദി വെർബ്. നമ്മളത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. V1 ഫോം എന്ന് പറഞ്ഞാൽ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗോ, വെൻറ്റ്, ഗോൺ എന്നാണെങ്കിൽ നമ്മൾ ഗോ എന്നുള്ള ആ ബേസ് ഫോം ആണ് നമ്മൾ ഹാവ് ടു ഹാസ് ടു എന്നുള്ളതിൻ്റെ ശേഷം നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ പ്ലസ് ഒബ്ജക്റ്റ്, ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ, ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് പഠിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഐ യു വി ദേ, പിന്നെ ഏതെങ്കിലും പ്ലൂറൽ നൗണിൻ്റെ കൂടെ നമ്മൾ ഹാവ് ടു അത് പറയുമ്പോൾ ഹാവ് ടു എന്നാണ് പറയുക. ഹാവ് ടു നമ്മൾ ചേർക്കും. അതുപോലെ തന്നെ ഹി ഷീ ഇറ്റ്, പിന്നെ എന്തെങ്കിലും പേരോ പ്രോപ്പർ നൗണോ അല്ലെങ്കിൽ ഡോഗ് എന്നുള്ള ഓരോ ഡോക്ടർ, ഇതൊക്കെ ഇങ്ങനത്തെ പ്രോപ്പർ നൗണിൻ്റെ കൂടെയും നമ്മൾ ഹാസ് ടു എന്നുള്ള പ്രയോഗമാണ് നമ്മൾ ചേർക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോഴായാലും നെഗറ്റീവ് ഫോമിൽ പറയുമ്പോഴൊക്കെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ വയ്യ പറയും, അതായത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. നമുക്കൊരു അതിൻ്റെ ഒരു ഇത് നോക്കാം, ബേസ് നോക്കാം. ഐ ഹാവ് ടു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്തിരിക്കണം. പിന്നെ യു ഹാവ് ടു എന്ന് പറഞ്ഞാൽ നീ ചെയ്യേണ്ടതുണ്ട്, നീ ചെയ്തിരിക്കണം. പിന്നെ വി ഹാവ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കണം. പിന്നെ ദേ ഹാവ് ടു എന്ന് പറഞ്ഞാൽ അവർ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ മൈ പാരൻസ് ഹാവ് ടു എന്ന് പറഞ്ഞാൽ എൻ്റെ പാരൻസ് അച്ഛനമ്മമാർ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കണം. പിന്നെ സം ഓഫ് മൈ ഫ്രണ്ട്സ് ഹാവ് ടു എന്ന് പറഞ്ഞാൽ എൻ്റെ ചില ഫ്രണ്ട്സിൽ ചിലർ ചെയ്തിരിക്കണം അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് എക്സാമ്പിളൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ നോക്കാം. ഐ ഹാവ് ടു ഗോ ടു മാർക്കറ്റ്. ഓക്കെ, ഐ ഹാവ് ടു ഗോ ടു മാർക്കറ്റ്. എനിക്ക് മാർക്കറ്റിൽ പോവേണ്ടതുണ്ട്, അതാണ്. ഇനി
നീ നാളെ ഒരു ഡോക്ടറെ വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ നീ നാളെ ഒരു ഡോക്ടറെ കാണേണ്ടതുണ്ട് അല്ലെങ്കിൽ സന്ദർശിക്കേണ്ടതുണ്ട്. എങ്ങനെ പറയാം? യു ഹാവ് ടു വിസിറ്റ് എ ഡോക്ടർ ടുമോറോ. യു ഹാവ് ടു വിസിറ്റ് എ ഡോക്ടർ ടുമോറോ. നീ നാളെ ഒരു ഡോക്ടറെ പോയി സന്ദർശിക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കേണ്ടതുണ്ട്. വി ഹാവ് ടു കുക്ക് ഫുഡ് ടുഡേ. വി ഹാവ് ടു കുക്ക് ഫുഡ് ടുഡേ. നമ്മൾ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കേണ്ടതുണ്ട്. അവർ പള്ളിയിലേക്ക് പോവേണ്ടതുണ്ട്. എങ്ങനെ പറയാം? അവർ പള്ളിയിലേക്ക് പോവേണ്ടതുണ്ട്. ദേ ഹാവ് ടു ഗോ ടു മോസ്ക്. ദേ ഹാവ് ടു ഗോ ടു മോസ്ക്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെയാണ്. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ചില കൂട്ടുകാർക്ക് പാർക്കിലേക്ക് പോവേണ്ടതുണ്ട്. എങ്ങനെ പറയാം? സം ഓഫ് മൈ ഫ്രണ്ട്സ് ഹാവ് ടു ഗോ ടു പാർക്ക്. സം ഓഫ് മൈ ഫ്രണ്ട്സ് ഹാവ് ടു ഗോ ടു പാർക്ക്. ഇനി നമ്മൾ കുറച്ച് തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഷീ, അതുപോലെ തന്നെ ഹി, ഇറ്റ് അതിന്റെ കൂടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന്റെ കൂടെയൊക്കെ നമ്മൾ പറഞ്ഞു ഹാസ് ആണ് യൂസ് ചെയ്യുക. അവൾക്ക് ഇന്ന് ഓഫീസിലേക്ക് പോവേണ്ടതുണ്ട്. അവൾ ഇന്ന് ഓഫീസിലേക്ക് പോവേണ്ടതുണ്ട്. എങ്ങനെ പറയാം? ഷീ ഹാസ് ടു ഗോ ടു ഓഫീസ് ടുഡേ. ഷീ ഹാസ് ടു ഗോ ടു ഓഫീസ് ടുഡേ. അവൾക്ക് ഇന്ന് ഓഫീസിലേക്ക് പോവേണ്ടതുണ്ട്. മനസ്സിലായോ? അവൻ ഇന്ന് കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കേണ്ടതുണ്ട്. എങ്ങനെ പറയാം? ഒന്ന് പറഞ്ഞു നോക്കൂ. He has to buy some vegetables today. He has to buy some vegetables today. Okay. പിന്നെ വേറെ രീതിയിൽ പറയാം. She has to be there by 10 o'clock. She has to be there by 10 o'clock. അതായത് അവള് 10 മണിക്കുള്ളിൽ, ഈ ബൈ എന്ന് പറഞ്ഞാൽ വിത്തിൻ, ഉള്ളിൽ. ഓക്കെ. 10 മണിക്കുള്ളിൽ അവൾ അവിടെ എത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ 10 മണിക്കുള്ളിൽ അവൾ അവിടെ എത്തണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മളൊരു പ്രത്യേക ഒരു ക്രിയ ഇല്ലാത്ത സമയത്ത്, വെർബ് ഇല്ലാത്ത സമയത്ത് ബി, നമ്മൾ ഷീ ഹാസ് ടു ബി, അവിടെ ബി എന്ന് ചേർക്കാം. അല്ലെങ്കിൽ ഐ ഹാവ് ടു ബി ദെയർ ബൈ 10 o'clock എന്ന് പറയാം. അല്ലെങ്കിൽ ഹി ഹാസ് ടു ബി ദെയർ ബൈ 10 o'clock എന്ന് പറയാം. ദേ ഹാവ് ടു ബി ദെയർ ബൈ 10 o'clock എന്ന് പറയാം. ഓക്കെ. ഹി ഹാസ് ടു ബി ദെയർ ബൈ 10 o'clock എന്നൊക്കെ പറയാം. അവൻ അവിടെ 10 മണിക്കുള്ളിൽ എത്തേണ്ടതുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് പറയാം, എന്നാൽ ഞാൻ ഒരാളോട് സംസാരിച്ചിരിക്കുകയാണ്. ആ സംസാരിച്ചിരിക്കണതിൻ്റെ ഇടയ്ക്ക് എനിക്കിപ്പോൾ പോവേണ്ടതുണ്ട് എന്ന് എങ്ങനെ ഞാൻ പറയാം? ഐ എം സോറി, ഐ ഹാവ് ടു ഗോ നൗ. ഓക്കെ, ഐ എം സോറി, ഐ ഹാവ് ടു ഗോ നൗ. ഞാൻ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേറെ എന്തോ ഒരു ജോലി ഉണ്ട്. അപ്പോൾ ഞാൻ പറയാണ് ഐ എം സോറി, ഐ ഹാവ് ടു ഗോ നൗ. എനിക്കിപ്പോൾ പോവേണ്ടതുണ്ട്, വേറെ എന്തോ കാര്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ പറയാം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ 20-ാം തീയതിക്കുള്ളിൽ തുക അടക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കറണ്ട് ബില്ലാവാം, അല്ലെങ്കിൽ ഫോൺ ബില്ലാവാം, അല്ലെങ്കിൽ ടിവിന്റെ ബില്ലാവാം, എന്തും ആവാം. നമ്മളിപ്പോ തുക ഉണ്ടല്ലോ, ഡ്യൂ എന്ന് പറഞ്ഞാൽ കടം, അതായത് നമ്മൾ അടക്കാനുള്ള തുക എന്നൊക്കെയാണ് പറയാം. ഓക്കെ, ഡ്യൂ. അപ്പൊ നമ്മൾ എങ്ങനെ പറയാം? അത് 20-ാം തീയതിക്കുള്ളിൽ, അത് ഫ്യൂച്ചറിലാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് രണ്ട് രീതിയിലും പറയാം. യു ഹാവ് ടു പേ ദ ഡ്യൂ ബൈ 20th. യു ഹാവ് ടു പേ ദ ഡ്യൂ ബൈ 20th. ഡ്യൂ എന്ന് പറഞ്ഞാൽ തുക, അടക്കാനുള്ള തുക നിങ്ങൾ 20th, 20-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ അടക്കേണ്ടതുണ്ട്. അതിപ്പോൾ യു വിൽ ഹാവ് ടു പേ ദ ബിൽ എന്നും പറയാം. യു വിൽ ഹാവ് ടു പേ ദ ബിൽ, സോറി, യു വിൽ ഹാവ് ടു പേ ദ ഡ്യൂ ബൈ 20th. നിങ്ങൾ അടക്കേണ്ടതുണ്ട്, 20-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഡ്യൂ അടക്കേണ്ടതുണ്ട് എന്നും പറയാം. രണ്ടും പറയാം. ഓക്കെ. ഇന്ന് അർജുന് അവന്റെ വീട് അലങ്കരിക്കേണ്ടതുണ്ട്. എങ്ങനെ പറയാം? അർജുൻ ഹാസ് ടു ഡെക്കറേറ്റ് ഹിസ് ഹൗസ് ടുഡേ. ഇന്ന് അർജുന് അവന്റെ വീട് അലങ്കരിക്കേണ്ടതുണ്ട്. അങ്ങനെ പറയാം. ഓക്കെ. ഇപ്പൊ മനസ്സിലായോ? നമ്മൾ എല്ലാ രീതിയിലും പഠിച്ചു. നമ്മൾ തേർഡ് പേഴ്സൺ സിംഗുലറിലും പഠിച്ചു. അതുപോലെ തന്നെ പ്ലൂറൽ നൗണായ ഐ യു വി ദേ, പിന്നെ പ്ലൂറൽ നൗണായ അതിന്റെ കൂടെ എങ്ങനെ പറയാമെന്നും പഠിച്ചു. അതുപോലെ തന്നെ ഹി ഷീ ഇറ്റ്, പിന്നെ എന്തെങ്കിലും പേരൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയാമെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് കുറച്ചൊന്ന് നെഗറ്റീവിലേക്ക് പോയേക്കാം. അതായത് നെഗറ്റീവ് ആക്കുമ്പോൾ നമ്മൾ എങ്ങനെ പറയാമെന്ന്. ഓക്കെ. നെഗറ്റീവ് ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, അതായത് പ്ലൂറൽ നൗണിന്റെ കൂടെ നമ്മൾ പറഞ്ഞു ഐ യു വി ദേ, പിന്നെ എന്തെങ്കിലും പ്ലൂറൽ നൗണിന്റെ കൂടെ നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ ഡോണ്ട് ഹാവ് ടു എന്ന് ചേർത്താൽ മതി. ഡോണ്ട് ഹാവ് ടു ഞാൻ പറഞ്ഞു തരാം, വ്യക്തമാക്കി പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഹി ഷീ ഇറ്റ് എന്നുള്ളതിന്റെ കൂടെ നമ്മൾ തേർഡ് പേഴ്സൺ സിംഗുലറിന്റെ കൂടെ നമ്മൾ ഡസിന്റ് ഹാവ് ടു എന്ന് ചേർത്താൽ മതി. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ സെന്റൻസ്, നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ. പ്ലൂറൽ നൗണിലാവുമ്പോൾ നമ്മൾ അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്: സബ്ജക്റ്റ് പ്ലസ് ഡോണ്ട് ഹാവ് ടു പ്ലസ് ഹാവ് ടു പ്ലസ് V1 ഫോം പ്ലസ് ഒബ്ജക്റ്റ്, ഇങ്ങനെയാണ്. ഓക്കെ. അത് തേർഡ് പേഴ്സൺ സിംഗുലറിന്റെ കൂടെ ആകുമ്പോൾ നെഗറ്റീവ് ആക്കുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഡസിന്റ് ഹാവ് ടു, അതവിടെ ഡോണ്ട് ഹാവ് എന്നുള്ളത് ഡസിന്റ് ഹാവ് ടു എന്ന് മാറും. ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. ഡസിന്റ് ഹാവ് ടു V1 ഫോം,
പ്ലസ് ഒബ്ജക്റ്റ്. ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ, ഘടന. നമുക്ക് നോക്കാം. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ പ്ലൂറൽ നൗണുകളായ ഐ യു വി ദേവിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാം. ഐ ഡോണ്ട് ഹാവ് ടു എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യേണ്ടതില്ല. ഐ ഡോണ്ട് ഹാവ് ടു നെഗറ്റീവ് ആണല്ലോ, എനിക്ക് ചെയ്യേണ്ടതില്ല. യു ഡോണ്ട് ഹാവ് ടു എന്ന് പറഞ്ഞാൽ നീ ചെയ്യേണ്ടതില്ല. യു ഡോണ്ട് ഹാവ് ടു നീ ചെയ്യേണ്ടതില്ല. വി ഡോണ്ട് ഹാവ് ടു നമ്മൾ ചെയ്യേണ്ടതില്ല. ദേ ഡോണ്ട് ഹാവ് ടു അവർ ചെയ്യേണ്ടതില്ല. മനസ്സിലായല്ലോ? അതാണ് അതിൻ്റെ ഒരു രീതി. നമുക്ക് നോക്കാം. ഇനി ഡസിൻ്റെ, ഞാൻ പറഞ്ഞു സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ ഡസിന്റെ ഹാവ് ടു എന്നാണ് യൂസ് ചെയ്യുക. ഡസിന്റെ ഹാവ് ടു അത് മറക്കരുത്. ഹി ഡസിന്റെ ഹാവ് ടു അവൻ ചെയ്യേണ്ടതില്ല. ഷീ ഡസിന്റെ ഹാവ് ടു അവൾ ചെയ്യേണ്ടതില്ല. ഇറ്റ് ഡസിന്റെ ഹാവ് ടു ഇത് ചെയ്യേണ്ടതില്ല. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഉദാഹരണം നോക്കാം. എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇന്ന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടതില്ല എന്ന് എങ്ങനെ പറയാം? ഐ ഡോണ്ട് ഹാവ് ടു കുക്ക് ഫുഡ് ടുഡേ. എനിക്കിന്ന് ഭക്ഷണം ഉണ്ടാക്കേണ്ടതില്ല. നീ ഇന്ന് വസ്ത്രം അലക്കേണ്ടതില്ല. യു ഡോണ്ട് ഹാവ് ടു വാഷ് ക്ലോത്ത്സ് ടുഡേ. നീ ഇന്ന് വസ്ത്രം അലക്കേണ്ടതില്ല. എൻ്റെ രക്ഷിതാക്കൾക്ക് ഇന്ന് ഓഫീസിലേക്ക് പോവേണ്ടതില്ല. എങ്ങനെ പറയാം? മൈ പാരൻസ് ഡോണ്ട് ഹാവ് ടു ഗോ ടു ഓഫീസ് ടുഡേ. എൻ്റെ പാരൻസിന് ഇന്ന് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ഇന്ന് ഓഫീസിലേക്ക് പോവേണ്ടതില്ല. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഉമ്മക്ക് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കേണ്ടതില്ല അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യേണ്ടതില്ല. മൈ മദർ ഡസന്റ് ഹാവ് ടു കുക്ക് ഫുഡ് ടുഡേ. മനസ്സിലായോ? മൈ മദർ ഡസന്റ് ഹാവ് ടു കുക്ക് ഫുഡ് ടുഡേ. അതായത് അവിടെ ഡസന്റ് ഹാവ് ആണ് വന്നത്. കാരണം അവിടെ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ അതൊരു സിംഗുലർ ആണ്. അതുകൊണ്ടാണ് ഡസന്റ് ഹാവ് എന്ന് വന്നത്. എൻ്റെ സഹോദരന് ഇന്ന് സ്കൂളിൽ പോവേണ്ടതില്ല. മൈ ബ്രദർ ഡസന്റ് ഹാവ് ടു ഗോ ടു സ്കൂൾ ടുഡേ. മൈ ബ്രദർ ഡസന്റ് ഹാവ് ടു ഗോ ടു സ്കൂൾ ടുഡേ. മനസ്സിലായോ? ഇനി നമ്മൾ ചോദ്യം ചോദിക്കില്ലേ? അപ്പം നമ്മൾ എങ്ങനെ ചോദിക്കുക? അത് നമ്മൾ നോക്കിയാലോ. ഡു ഐ ഹാവ് ടു. ഓക്കെ, സബ്ജക്റ്റിൻ്റെ മുമ്പ് നമ്മൾ പ്ലൂറൽ നൗണിൻ്റെ കൂടെ ആണെങ്കിൽ നമ്മൾ ഡു എന്ന് ചേർത്താൽ മതി. ചോദ്യം ചോദിക്കുമ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഡു എന്ന് ചേർത്താൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം. ഡു ഐ ഹാവ് ടു എന്ന് വെച്ചാൽ ഞാൻ ചെയ്യേണ്ടതുണ്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഡു യു ഹാവ് ടു നീ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഡു വി ഹാവ് ടു നമ്മൾ ചെയ്യേണ്ടതുണ്ടോ. പിന്നെ അതുപോലെ തന്നെ ഡു ദേ ഹാവ് ടു അവർ ചെയ്യേണ്ടതുണ്ടോ. ഇങ്ങനെയാണ് ചോദിക്കുക. ഓക്കെ, ചോദ്യം ചോദിക്കുമ്പോൾ. ഇനി നമ്മളിപ്പോൾ സിംഗുലർ നൗണിൻ്റെ കൂടെ ആകുമ്പോൾ ഹീ ഷീറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു, അതിൻ്റെ കൂടെ ആകുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെ? സബ്ജക്റ്റിൻ്റെ മുമ്പ് നമ്മൾ ഡസ് എന്ന് ചേർത്താൽ മതി. ഓക്കെ, ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഡസ് ഹീ ഹാവ് ടു. ഓക്കെ, എന്ത് വെച്ചാലും അവിടെ ഹാസ് ടു എന്നല്ല വരാം. ചോദ്യം ചോദിക്കുമ്പോൾ ഡസ് ഹീ ഹാവ് ടു എന്ന് തന്നെയാണ് വരിക. ഓക്കെ, അതുപോലെ തന്നെ ഡസ് ഷീ ഹാവ് ടു അവൾ ചെയ്യേണ്ടതുണ്ടോ. ഡസ് ഹീ ഹാവ് ടു അവൻ ചെയ്യേണ്ടതുണ്ടോ. അങ്ങനെ വരിക. അതുപോലെ തന്നെ ഡസ് രാമു ഹാവ് ടു രാമു ചെയ്യേണ്ടതുണ്ടോ. അതുപോലെ തന്നെ ഡസ് സന ഹാവ് ടു സന ചെയ്യേണ്ടതുണ്ടോ. അങ്ങനെയാണ് വരിക. അതിൻ്റെ സബ്ജക്റ്റ് ഇങ്ങനെയാണ്: ഡു പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ടു പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇങ്ങനെയാണ് അതിൻ്റെ സബ്ജക്റ്റ്. ഓക്കെ, അതുപോലെ അത് പ്ലൂറൽ നൗണിൻ്റെ കൂടെ ഡു ആയിരിക്കും. അതുപോലെ തന്നെ സിംഗുലർ നൗണിൻ്റെ കൂടെ ഡസ് ആയിരിക്കും. ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ടു. രണ്ടിൻ്റെ കൂടെ ആയാലും ഹാവ് ടു എന്ന് തന്നെ ആയിരിക്കും. ഹാസ് ടു എന്നല്ല, ഹാവ് ടു എന്ന് തന്നെ ആയിരിക്കും. അത് മറക്കരുത്. ഹാവ് ടു പ്ലസ് V1 ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ സ്ട്രക്ചർ, മറക്കരുത്. ഡു യു ഹാവ് ടു ഗോ ടു ഡൽഹി ടുഡേ നിനക്ക് ഇന്ന് ഡൽഹിയിലേക്ക് പോവേണ്ടതുണ്ടോ. ഡു യു ഹാവ് ടു ഗോ ടു ഡൽഹി ടുഡേ നിനക്ക് ഇന്ന് ഡൽഹിയിലേക്ക് പോവേണ്ടതുണ്ടോ. അങ്ങനെ ചോദിക്കും. അതുപോലെ തന്നെ ഡസ് ഷീ ഹാവ് ടു ലേൺ ഇംഗ്ലീഷ്. ഡസ് ഷീ ഹാവ് ടു ലേൺ ഇംഗ്ലീഷ് അവൾക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ടോ. അപ്പോൾ ഷീ ആയപ്പോൾ ഡസ് ആണ് നമ്മൾ ചേർത്തത്. ഡസ് ഷീ ഹാവ് ടു. അവസാനം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഇട്ട് കൊടുത്താൽ മതി ഇതാണെങ്കിൽ. ഓക്കെ, ഇനി അവന് മുംബൈയിലേക്ക് പോവേണ്ടതുണ്ടോ. എങ്ങനെ ചോദിക്കാം? ഡസ് ഹി ഹാവ് ടു ഗോ ടു മുംബൈ ടുഡേ. ഡസ് ഹി ഹാവ് ടു ഗോ ടു മുംബൈ ടുഡേ അവന് മുംബൈയിലേക്ക് പോവേണ്ടതുണ്ടോ. അത് നെഗറ്റീവിലാണെങ്കിലോ ഇങ്ങനെയാണെങ്കിലോ അവന് മുംബൈയിലേക്ക് പോവേണ്ടതില്ലേ എന്നാവുമ്പോഴോ അപ്പോൾ നമ്മൾ ഡസിൻ്റെ എന്ന് ചേർത്താൽ മതി. സിമ്പിളാണ്, വിഷയമൊന്നുമില്ല. നമ്മൾ ഡസിൻ്റെ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഡസിൻ്റെ ഹി ഹാവ് ടു ഗോ ടു മുംബൈ ടുഡേ. ഡസിൻ്റ് ഹി ഹാവ് ടു ഗോ ടു മുംബൈ ടുഡേ ഇന്നവന് മുംബൈയിൽ പോവേണ്ടതില്ലേ. ഓക്കെ, ഡസിൻ്റെ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ അവളാവുമ്പോൾ ഡസിൻ്റ് ഷീ ഹാവ് ടു ലേൺ സ്പോക്കൺ ഇംഗ്ലീഷ്. ഡസിൻ്റ് ഷീ ഹാവ് ടു ലേൺ സ്പോക്കൺ ഇംഗ്ലീഷ് അവൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കേണ്ടതില്ലേ. അങ്ങനെ ചേർത്താൽ മതി.
അതിപ്പോൾ നമ്മളിപ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ പ്ലൂറൽ നൗണിൻ്റെ കൂടെ നിനക്ക് ജോലി ചെയ്യാൻ പോവേണ്ടതില്ലേ, നെഗറ്റീവ് ആക്കുമ്പോൾ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ നിനക്ക് ജോലി ചെയ്യാൻ പോവേണ്ടതില്ലേ, ഡോണ്ട് യു ഹാവ് ടു ഗോ ടു വർക്ക് ടുഡേ, ഇന്ന് നിനക്ക് ജോലി ചെയ്യാൻ പോവേണ്ടതില്ലേ, അങ്ങനെ ചോദിക്കാം. അവർക്ക് ഈ റൂമിൽ തന്നെ കിടന്നുറങ്ങേണ്ടതുണ്ടോ, എങ്ങനെ ചോദിക്കാം. ഡു ദേ ഹാവ് ടു സ്ലീപ്പ് ഇൻ ദിസ് റൂം, ഡു ദേ ഹാവ് ടു സ്ലീപ്പ് ഇൻ ദിസ് റൂം, അവർക്ക് ഈ റൂമിൽ തന്നെ കിടന്നുറങ്ങേണ്ടതുണ്ടോ. ഇനി ഇങ്ങനെ ചോദിക്കാം, അവർക്ക് ഇന്ന് ഫുട്ബോൾ മാച്ച് കളിക്കാൻ പോവേണ്ടേ, ഡോണ്ട് ദേ ഹാവ് ടു ഗോ ടു പ്ലേ ഫുട്ബോൾ മാച്ച് ടുഡേ. നിനക്ക് എന്തുകൊണ്ടാണ് അവിടെ പോവേണ്ടത്, ചോദ്യമായിട്ട് നമ്മൾ WH ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെ ചോദിക്കാം. വൈ ഡു യു ഹാവ് ടു ഗോ ദെയർ, നിനക്ക് എന്തിനാണ് അവിടെ പോവേണ്ടത്, എന്തുകൊണ്ടാണ് നീ അവിടെ പോവേണ്ടത്. വൈ ഡു യു ഹാവ് ടു ഗോ ദെയർ. ഇനി നമ്മൾ നീ എവിടേക്കാണ് നിനക്ക് പോവേണ്ടത്. ഓക്കെ, വേർ ഡു യു ഹാവ് ടു ഗോ, വേർ ഡു യു ഹാവ് ടു ഗോ, നിനക്ക് എവിടേക്കാണ് പോവേണ്ടത്. ഇനി ഹൗ ഡു യു ഹാവ് ടു ഗോ എന്ന് പറഞ്ഞാൽ നിനക്ക് എങ്ങനെയാണ് പോവേണ്ടത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ. ഇനി നമ്മൾ അടുത്ത നോക്കുകയാണ് വിൽ ഹാവ് ടു. ഈ വിൽ ഹാവ് ടു എന്നുള്ളതിൻ്റെ യൂസേജ് നമ്മൾ പറയുകയാണെങ്കിൽ ഭാവിയിൽ ഒരു കാര്യം ചെയ്യേണ്ടി വരും എന്ന് പറയാനാണ് നമ്മൾ വിൽ ഹാവ് ടു എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഉദാഹരണം നമുക്ക് നോക്കാം. ഐ വിൽ ഹാവ് ടു, ഞാൻ ചെയ്യേണ്ടി വരും. യു വിൽ ഹാവ് ടു, നീ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ദേ വിൽ ഹാവ് ടു, അവർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ വി വിൽ ഹാവ് ടു, നമ്മൾ ചെയ്യേണ്ടി വരും. അവിടെ നല്ല പക്ഷികളെ സൗണ്ട് ഉണ്ട്, ക്ഷമിക്കണം. സിംഗുലർ ആകുമ്പോഴും നമ്മൾ ഷീ വിൽ ഹാവ് ടു, അവൾ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഹീ വിൽ ഹാവ് ടു, അവൻ ചെയ്യേണ്ടി വരും എന്നാണ് പറയാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ദിവസം നിങ്ങൾ കല്യാണം കഴിക്കേണ്ടി വരും, എങ്ങനെ പറയാം. യു വിൽ ഹാവ് ടു മാരി വൺ ഡേ, ഒരു ദിവസം നിങ്ങൾ കല്യാണം കഴിക്കേണ്ടി വരും. ഞാനൊരു ദിവസം അവിടെ പോവേണ്ടി വരും, എങ്ങനെ പറയാം. ഐ വിൽ ഹാവ് ടു ഗോ ദെയർ വൺ ഡേ, ഞാൻ അവിടെ ഒരു ദിവസം പോവേണ്ടി വരും. ഐ വിൽ ഹാവ് ടു, ചെയ്യേണ്ടി വരും, ഭാവിയിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനാണ് ഐ വിൽ ഹാവ് ടു എന്ന് യൂസ് ചെയ്യുക. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവൾക്ക് അവളുടെ ഹസ്ബൻഡിനോട് ചോദിക്കേണ്ടി വരും, എങ്ങനെ പറയാം. ബിഫോർ ടേക്കിംഗ് എനി ഡിസിഷൻ ഷീ വിൽ ഹാവ് ടു ആസ്ക് ഹെർ ഹസ്ബൻഡ്. ഓക്കെ, ബിഫോർ ടേക്കിംഗ് എനി ഡിസിഷൻ ഷീ വിൽ ഹാവ് ടു ആസ്ക് ഹെർ ഹസ്ബൻഡ്. ഓക്കെ, എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവൾക്ക് അവളുടെ ഹസ്ബൻഡിനോട് ചോദിക്കേണ്ടി വരും. നിനക്ക് നിൻ്റെ ശരീരഭാരം കുറക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ ഭക്ഷണം കുറച്ച് കഴിക്കേണ്ടി വരും, എങ്ങനെ പറയാം. ഇഫ് യു വോണ്ട് ടു ലൂസ് വെയ്റ്റ് ദെൻ യു വിൽ ഹാവ് ടു ഈറ്റ് ലെസ്. ഓക്കെ, നിനക്ക് നിൻ്റെ ശരീരഭാരം കുറക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ കുറച്ച് കഴിക്കേണ്ടി വരും. നിങ്ങൾ തന്നെ വീട് വൃത്തിയാക്കേണ്ടി വരും, എങ്ങനെ പറയാം. യു വിൽ ഹാവ് ടു ക്ലീൻ ദ ഹൗസ് ഓൺ യുവർ ഓൺ. അവർക്കുള്ള ഉച്ചഭക്ഷണം അവർ തന്നെ ഉണ്ടാക്കേണ്ടി വരും, എങ്ങനെ പറയാം. ദേ വിൽ ഹാവ് ടു മേക്ക് ദെയർ ഓൺ ലഞ്ച്, ദേ വിൽ ഹാവ് ടു മേക്ക് ദെയർ ഓൺ ലഞ്ച്. ഓക്കെ, അടുത്തൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾ കൃത്യസമയത്ത് തന്നെ പഠിക്കുകയാണെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല. അതെങ്ങനെ പറയാം നമുക്ക്. വിൽ നോട്ട് ഹാവ് എന്ന് വെച്ച് നമുക്ക് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാക്ഷനായ വോൺ ഹാവ് എന്ന് വെച്ച് നമുക്ക് പറയാം. ഓക്കെ, അത് നെഗറ്റീവായിട്ട്. ഇഫ് യു സ്റ്റഡി ഇൻ ടൈം യു വോണ്ട് ഹാവ് ടു വറി നിയർ ദി എക്സാം, അല്ലെങ്കിൽ യു വിൽ നോട്ട് ഹാവ് ടു വറി നിയർ എക്സാം. അതായത് നിങ്ങൾ കൃത്യസമയത്ത് തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പരീക്ഷ അടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല. ഓക്കെ, അതായത് വിൽ നോട്ട് ഹാവ് ടു, ചെയ്യേണ്ടി വരില്ല. നമ്മൾ വിൽ ഹാവ് ടു എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടി വരും, ഭാവിയിൽ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ വിൽ നോട്ട് ഹാവ് ടു ചെയ്യേണ്ടി വരില്ല, വിഷമിക്കേണ്ടി വരില്ല. ഓക്കെ, അതിപ്പോൾ നമ്മൾ അതിൻ്റെ കോൺട്രാക്ഷനായിട്ട് വോൺ ഹാവ് ടു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ലെസൺ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. പിന്നെ നമ്മളിത് 2-3 വട്ടം ടേക്ക് എടുത്താണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം 2 പ്രാവശ്യം ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ ഈ മൈക്ക് ഞാൻ ക്യാമറ മോഡിലിട്ടാണ് എടുത്തത്. നമ്മൾ മൊബൈൽ മോഡിലേക്ക് അത് തിരിച്ചിട്ടില്ല, ഞാൻ മറന്നതാണ്. പിന്നെ അതിന് ശേഷം ഞാനാണ് കരുതിയത്, ചെയ്തതിന് ശേഷം ഞാനത് ഓർമ്മ വന്നത്. പിന്നെയാണ് ഈ ലാസ്റ്റത്തെ ടേക്കിലാണ് ഞാനത് മൊബൈൽ മോഡിലേക്ക് ആക്കിയത്. അതുകൊണ്ട് തന്നെ സൗണ്ടിൽ നല്ല മാറ്റം ഉണ്ടാവും. എന്നാലും സൗണ്ട് ഉണ്ട്, ഞാൻ പിന്നെ എത്രയും കഷ്ടപ്പെട്ട് എടുത്തതല്ല, ഇനി ഒഴിവാക്കണ്ട, വേറെ ഒന്നും എടുക്കണ്ട എന്ന് കരുതി. എന്നാലും അത്യാവശ്യത്തിന് സൗണ്ടൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ ലാസ്റ്റത്തെ ഇതിൽ നിങ്ങൾ കാണുന്ന പോലെയുള്ള സൗണ്ട് ഫസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല, എന്നാലും ക്ഷമിക്കണം. പിന്നെ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ ഒരു മഴൻ്റെ ഒരു സമയമൊക്കെ ഉണ്ട്, കുറച്ച് പക്ഷികളുടെ ഒക്കെ ശബ്ദം പുറത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്ഷമിക്കണം. എന്തായാലും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ഇംഗ്ലീഷുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ.